ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ മീൻ കറി ഉണ്ടാക്കുമ്പോൾ മാങ്ങയൊക്കെ ചേർത്തിട്ട് മീൻ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ മാങ്ങ ചേർത്തിട്ട് തന്നെയാണ് മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഉണങ്ങിയ മാങ്ങ ചേർത്തിട്ടാണ് മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അധികം ഇൻട്രൊഡക്ഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കറിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഉണങ്ങിയ മാങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ മാങ്ങ ഉണക്കണ ഒരു പാട്ട് ഇവിടെ കാണിക്കുന്നില്ല. കാരണം ഇത് ഞാൻ മാങ്ങ ഉണങ്ങിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മാങ്ങ ഒന്നുമില്ല, കുറച്ചൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു പിടി കയ്യിൽ ഒതുങ്ങണ ഒരു പിടി ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്ന് കുതിരാനാണ്, കാരണം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് മീൻ ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് കിങ് ഫിഷാണ്. അപ്പോൾ കിങ് ഫിഷ് നല്ലപോലെ കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുത്തു. ടേബിൾ ടീസ്പൂൺ ഓയിലിൽ നിങ്ങൾക്ക് വഴറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 1 ടേബിൾ ടീസ്പൂണും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി 1/2 കപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഒരെണ്ണം വലുതാണ്, അപ്പോൾ വലിയൊരു തക്കാളി ആണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് 4-5 എണ്ണം നെടുകിയ കീറിയത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി 2 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിപ്പോൾ ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കുറച്ച് അധികം പോലെ തോന്നുന്നത്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില 2 തണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നമുക്ക് ഈ ഓയിലിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടേബിൾ ടീസ്പൂൺ ഉപ്പ് ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ തെളിയുന്ന വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല എരിവൊക്കെ ഉള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇനി പൊടികളെല്ലാം ഒന്ന് കരിയാണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറുണ്ടായിരിക്കും. കറി നമുക്ക് തയ്യാറായി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളി 3 ചെറിയ പീസ് നല്ലപോലെ കഴുകിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വെച്ചേക്കണ മാങ്ങ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കണം. കാരണം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുവന്നിട്ടുള്ളതല്ലേ. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം ചൂടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ മീൻ ഇട്ട് കൊടുത്തപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടിയും ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി നല്ലപോലെ തിളപ്പിക്കണം. മീനൊക്കെ ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. ഇനി നമുക്ക് നാളികേരം ഒരു 3/4 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉലുവപ്പൊടിയാണ്, ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തു ഈ നാളികേരം ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇത് ഇനി ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത്, ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു മിക്സിയിൽ അടിച്ചിട്ട്, അപ്പോൾ മിക്സിയിൽ കിട്ടാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി, ഓവർ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല.
നല്ലപോലെ അടിച്ചിട്ട് നമുക്ക് ഈ വെന്ത മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് കയ്യിലുകൊണ്ട് ആക്കണ്ട, ഒന്ന് ചുറ്റിച്ചിട്ട് അപ്പം ഈ കോക്കനട്ട് ഗ്രേവി എല്ലാ ഭാഗത്തേക്കും എത്തും. ഇനി ഇതൊന്ന് തിളപ്പിക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി മാങ്ങ ചേർത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ നല്ല കളറായിട്ട് കിട്ടും. അതേപോലെ ഗ്രേവി തിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.